ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ബാലൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഗോമതിയും അമ്മ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതിക്കരികിൽ അനുവുണ്ട്, ധർമ്മനും ഉണ്ട്, ആനന്ദൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല, ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക. ഓ, എങ്ങനെയാണ് ഉറങ്ങുന്നത്? കണ്ണടച്ചു എന്ന് വെച്ച് മനസ്സുറങ്ങുമോ എൻ്റെ ആര്യൻ? അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ചേച്ചി പേടിക്കൊന്നും വേണ്ട, ആര്യൻ നമ്മുടെ രാമേട്ടൻ്റെ വീട്ടിലുണ്ട്, ചാടി എഴുന്നേറ്റു കേട്ടോ. ഗോമതി, സത്യമാണോ? അതെ ഈശ്വരാ, സമാധാനമായി. അപ്പം അമ്മ ഇനിയെങ്കിലും പോയി കിടക്കുക. ആനന്ദേ, നമുക്ക് ടെറസിൽ കിടക്കാം, നമ്മുടെ റൂമിൽ ഇവർ കിടന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ധർമ്മനും ആനന്ദും കൂടെ ടെറസിലേക്ക് അങ്ങ് പോവുക കേട്ടോ. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, അവരെന്തിനാ ടെറസിൽ കിടക്കുന്നത്? അല്ല, മുറികൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ആകാശം ഇതൊക്കെ, ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ആകാശ് മീനാക്ഷിയോട് പറയുക കേട്ടോ. അപ്പോഴേക്കും ഗോമതി അനുവിനോട് പറഞ്ഞു, മോളെ അനു, മീനാക്ഷിയെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടോ, നിൻ്റെ കൂടെ കിടത്തിയാൽ മതി. മീനാക്ഷിയെ കൊണ്ട് അനു അങ്ങ് പോവുകയും ചെയ്തു. ആകാശം വിഴുങ്ങസ്യാന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ടെറസിൽ പോയി ആനന്ദ് ആലോചനയിലാണ്. അപ്പം നീ എന്താണ് ആലോചിക്കുന്നത്? അല്ല, ഇതോടെ എല്ലാം നേരെയാവുകയാണോ അതോ കൈവിട്ട് പോവുകയാണോ? എന്തായാലും എനിക്ക് ഉറക്കം വരുന്നു. അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു, ആകാശ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? അവൻ ചെയ്തത് 101% ശരിയാണ്. നീ കാണിക്കാത്ത ധൈര്യം അവൻ കാണിച്ചു, അത്രയേ ഉള്ളൂ. എടാ, ഈ വീട് ഇന്നല്ലേ ഒരു വീടായത്, നാളെ മുതൽ ഇത് പുതിയൊരു ദേവമംഗലമായിരിക്കും. പാവം ആര്യൻ മറ്റുള്ളവർക്ക് വേണ്ടി നിന്നിട്ട് പഴി മുഴുവൻ അവനല്ലേ കിട്ടിയത്. ഓ, അവൻ രക്ഷപ്പെട്ടു എന്ന് പറ, അവൻ സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ എന്ന്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നും രാത്രി നമ്മൾ ഒന്നിച്ചല്ലേ കിടക്കാറ്. അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എന്താടാ? ഓ, ഞാൻ ഇന്നിവിടെയാണ് കിടക്കണത്. ഇവിടെയോ? നീ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് താലി കെട്ടിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നോ? എടാ ചെല്ലടാ. ഓ, ആരൊക്കെ എവിടെയൊക്കെ കിടക്കണമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ലേ? എടാ ആകാശ, ശരിയല്ല, നീ മീനാക്ഷിയെ വിളിച്ചോണ്ട് പോയി ബെഡ്റൂമിൽ കിടക്ക്, ചെല്ല്. അപ്പോൾ ആകാശ് പറഞ്ഞു, ഇല്ല ആനന്ദേട്ടാ, എന്തായാലും ഇന്ന് എനിക്ക് ആര്യനില്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും എനിക്ക് ആര്യനില്ലാത്ത സങ്കടത്തിൽ ഞാൻ കരയും, വെറുതെ അതുകൊണ്ട് വേണ്ട, ഇന്നിവിടെ കിടന്നോളാം. ഞാൻ ഇവിടെ കിടക്കണത് തന്നെയാണ് നല്ലത്. ഇതേ സമയം കൃഷ്ണമംഗലത്ത് ഭയങ്കര സന്തോഷം. എന്തായാലും ഇതോടെ അവൻ്റെ കട പൂട്ടും. ഈ വാർത്ത ഇപ്പം തന്നെ പരന്നു. തഹസിൽദാരുടെ മോളെ തട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെയാണ് പ്രചരിക്കുന്നത്. അപ്പം ഇവരുടെ അമ്മ പറഞ്ഞു, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയല്ലേ. ഓ, ഇപ്പം നാട്ടുകാർക്കാണോ അച്ഛമ്മേ കുഴപ്പം? കാണുന്ന കാര്യങ്ങൾ നാട്ടുകാർ പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ ദേവമംഗലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. അന്ന് അമ്മായിമാർ പറയുക, വിഷമിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാം. ആ ബാലനെ ഒരു വീഴ്ച അത്യാവശ്യമായിരുന്നു, നമ്മുടെ കൺമുന്നിൽ തന്നെ അത് നടക്കുകയും ചെയ്തു. ആര്യനെ പുറത്താക്കിയതോടെ ഇപ്പം അവനും ആര്യനും ശത്രുക്കളാ എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛാ, ഒരു പഴഞ്ചൊല്ലില്ലേ, ശത്രുവിൻ്റെ ശത്രു മിത്രം. അത് തന്നെ. അങ്ങനെയാണെങ്കിൽ ആര്യൻ നമ്മുടെ ഇപ്പോൾ മിത്രമല്ലേ? നമ്മുടെ ശത്രു ബാലൻ, ബാലൻ്റെ ശത്രു ആര്യൻ, ആര്യൻ നമ്മുടെ മിത്രം. നമ്മുടെ ആര്യനെ തൽക്കാലം നമ്മുടെ മിത്രമാക്കി നമ്മുടെ കൂടെ നിർത്തുന്നു. അപ്പം മിത്രയുടെ പറച്ചിലൊക്കെ കേട്ട് മോള് വ്യക്തമായിട്ട് പറയാമെന്നിങ്ങനെ പറയുക. ആര്യനിപ്പം ഗതികെട്ട അവസ്ഥയിലായിരിക്കും. നമ്മൾ കൂടെ നിന്നാൽ കൂടുതൽ ശത്രുക്കളാക്കാം. എടി, കുറേ നേരമായി ബാലൻ 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 എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ വഴക്ക് പറയുകയാണ് മിത്രയെ. ബാലൻ 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 അമ്മ എന്ന് പറ, ഒന്ന് പോവാ അച്ഛമ്മയൊന്ന്, വെറുതെ ഇരിക്കുക. അലോകെ, നാളെ നീ പോയി ആര്യനെ കാണണം. എന്നിട്ട് ആര്യനെ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പിന്തുണയും അങ്ങ് അറിയിച്ചേരെ. പിന്നെ ആര്യനെ കൊണ്ട് ബാലനെതിരെ കേസ് കൊടുപ്പിക്കുകയും ചെയ്യണം. അപ്പോഴേക്കും ആനന്ദേട്ട ഇതൊന്നും വേണ്ടാന്ന് പറയാട്ടോ എന്ന് അമ്മായിമാർ പറയുക കേട്ടോ. അപ്പം അമ്മായിമാരെ ഓട് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, എന്തായാലും ഞങ്ങൾ ഇടപെട്ടോളാം, നീയും അലോകം കൂടി ഇതിൽ കയറി ഇടപെടണ്ട. അപ്പോൾ അത് പറ്റത്തില്ല, ഞാനും ഇത്രയും കൂടിയിട്ട് ആര്യനെ ഡീല് ചെയ്തോളാം, ബാക്കി ആരും ഇതിലിടപെടണ്ട, ആര്യനെയും അവൻ്റെ അച്ഛനെയും അകറ്റണ കാര്യം ഞങ്ങളേറ്റു എന്നിങ്ങനെ പറയുകയാണ് അവർ. ഇതേസമയം ബാലൻ ആകെ സങ്കടത്തിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗോമതി അങ്ങോട്ടേക്ക് വന്നിട്ട്, ബാലേട്ട സങ്കടപ്പെടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എല്ലാം ശരിയാവും അല്ലേ ബാലേട്ട? ശരിയായാലും ഇല്ലെങ്കിലും ഈ വീടല്ലാണ്ടാക്കാൻ പറ്റുമോ? പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ട ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, ഒരു അമ്പലത്തിലെ ദേവിക്ക് പൂജ ചെയ്യുന്ന കാര്യം, നമുക്ക് അവിടേക്കൊന്ന് പോയി പൂജ ചെയ്താലോ ബാലേട്ട? അതായിരിക്കുമോ ദൈവകോപമായിരിക്കുമോ? നമ്മുടെ ഉത്തരവാദിത്വം എന്തിനാ ദൈവത്തിൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുന്നത്? അങ്ങനെയല്ല ബാലേട്ട, കൂമ്പാരദേവിക്ക് ഞാൻ നേർന്നതായിരുന്നു. എന്തായാലും നോക്കാം, നമുക്ക് പോകാം, നിൻ്റെ ആഗ്രഹമല്ലേ, ഞാൻ കൊണ്ടുപോകാം എന്ന് ബാലൻ ഇങ്ങനെ പറയുകയാണ്.
നീ വിഷമിക്കാതെ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ടാ നമ്മുടെ ആര്യൻ എന്നും പറഞ്ഞിട്ട് ഗോമതി ആകെ. പക്ഷേ ബാലനും ആ ഒരു കാര്യത്തിൽ സങ്കടം ഉണ്ടായിരുന്നു. പുറത്തൊക്കെ ആക്കിയെങ്കിലും ആര്യൻ്റെ കാര്യത്തിൽ ബാലന് സങ്കടം ഇല്ലാതിരിക്കുമോ? മക്കളെയും കുടുംബത്തെയും അത്രയും സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണല്ലോ ബാലൻ. എന്തായാലും മറുപടിയൊന്നും ബാലൻ പറഞ്ഞില്ല. ബാലനാകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് കൂടുതലൊന്നും ചോദിക്കാൻ ഗോമതിക്കും തോന്നിയില്ല. ഇതേ സമയമുണ്ടല്ലോ മീനാക്ഷി ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അനുയോജി, ചേച്ചി കിടക്കുന്നില്ലേ? ഓ ഇല്ല, മോള് കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനു മീനാക്ഷിയുടെ അരികിലേക്ക് വന്നിരിക്കുക. ചേച്ചിക്ക് നല്ല ധൈര്യം അല്ലേ? എന്താ മോളെ അത്? അല്ല, വീട്ടിൽ ഇത്ര ബഹളമൊക്കെ നടക്കുമ്പോൾ ചേച്ചി പേടിയൊന്നും ഇല്ലാതെ നിൽക്കുമായിരുന്നല്ലോ, കരയൊന്നും ചെയ്തില്ലല്ലോ. മാത്രമല്ല ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് അത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ചേച്ചി അവരുടെ കൂടെ പോവായിരിക്കുന്നു. അതുപോലെയല്ലേ ചേച്ചിയുടെ അമ്മ കരയുകയൊക്കെ ചെയ്തത്. ഇവിടെ ആര്യൻ ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവർക്കും അച്ഛനെ പേടിയാ. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിയെ വല്ല ഇഷ്ടമായിരുന്നല്ലേ? ചേച്ചി സമ്മതിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടും ആകാശേട്ടന് വേണ്ടി തന്നെ നിന്നല്ലോ. ആകാശേട്ടനും ഇപ്പോൾ വിഷമിച്ച് കിടക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ അനു ഇങ്ങനെ ചോദിക്കുകയാണ്. ആകാശ് അന്നേരം ഓരോ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കണം. ഉറങ്ങിയിട്ടില്ല, ആകാശം ഉറങ്ങിയിട്ടില്ല, ആനന്ദും ഉറങ്ങിയിട്ടില്ല, ധർമ്മനും ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നില്ല. ഇനി ഒരു മഴയും കൂടെ പെയ്താലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുളിച്ച് കയറായിരുന്നു എന്നും പറഞ്ഞ് ധർമ്മൻ നട്ടപ്പാതിരിക്ക് ചളിയും പറഞ്ഞ് കിടക്കുക. അപ്പോഴേക്കും ആകാശെ, അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഒളിച്ചോടുന്നത് പറഞ്ഞിട്ടാണല്ലോ എന്ന് ധർമ്മൻ. എന്തായാലും നിനക്കിപ്പോൾ മീനാക്ഷിയോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നില്ലേ, ഉണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുറിയിൽ നിന്ന് മാറി തന്നത്. പാവം പെങ്കൊച്ച്. എടാ, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ആ പെണ്ണ് വന്നത്. അപ്പം മീനാക്ഷി അനുവിൻ്റെ മുറിയിലല്ലേ, അനുശ്രീയുടെ മുറിയിലല്ലേ? നീ ആ മെല്ലെ താഴേക്ക് ചെല്ല്, ആ ജനലയുടെ ഭാഗത്തേക്ക് ചെല്ല്. അനുശ്രീ മാറിത്തരും. നീ മീനാക്ഷി ഒന്ന് ആശ്വസിപ്പിച്ച് ധൈര്യമൊക്കെ കൊടുത്തിട്ട് വാടാ കള്ളാ. അച്ഛൻ കണ്ടാൽ പിന്നെ അത് മതി. പിന്നെ ആളിയൻ ഇപ്പോൾ 2 ഉറക്കം കഴിഞ്ഞ് കാണും, നീ ചെല്ല എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ മോട്ടിവേറ്റ് ചെയ്ത് ധർമ്മനും ആനന്ദും കൂടി വിടുകയാണ്. ഞങ്ങൾക്കോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാണുമ്പോഴാ പെണ്ണ് കേട്ടാത്തത് നന്നായി എന്ന് തോന്നണത്. അപ്പോൾ ആനന്ദ് ആലോചിച്ചുകൊണ്ടിരിക്കുക. നീ എന്താടാ ആലോചിക്കുന്നത്? നീ കൈവിട്ട് പോയാൽ പഴയ കിളി ആലോചിച്ചിരിക്കുമായിരിക്കും അല്ലേ? കിടന്നു നോക്കടാ, ആ കിളിയൊക്കെ പറഞ്ഞു പോയി അയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് കിടക്കുക. അപ്പോഴേക്കും നമ്മുടെ അനു മീനാക്ഷിയോട് ചോദിച്ചു, ചേച്ചിക്ക് വിശക്കുന്നുണ്ടോ? രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ അടുക്കളയിലേക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ അനു പോയി നോക്കുക കേട്ടോ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അനു പോയതാണ്. ആ സമയത്ത് മീനാക്ഷിയുടെ മുറിയുടെ ജനലിൻ്റെ അവിടെ ആകാശ് വരിക എന്നും പറഞ്ഞിട്ട്. മീനാക്ഷി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ജനലിൻ്റെ അവിടെ ആകാശ്. മിനു ദേ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് മീനു ആകാശിനെ കണ്ടത്. ആകാശേ, ദാ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. ടെറസിലായിരുന്നു. ദേ ഇപ്പം കണ്ടില്ലേ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വന്നതാ. ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും പോലെ എനിക്ക് തോന്നണത്. ഞാൻ റിയാലിറ്റിയാ, സ്വപ്നമല്ല. അനു എനിക്ക് ആഹാരം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുക. ഇപ്പോൾ വരും. അവൾ വരുന്നത് വരെ എനിക്ക് നിന്നെയും കണ്ടിങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കാമല്ലോ, ജനലിൽ തൂങ്ങി നിൽക്കുക കേട്ടോ ഇവൻ. ആ സമയത്ത് അനു കയറി വന്നു. അനു വന്നതും ഇവൻ താഴേക്ക് ഒളിക്കുകയാണ്. അപ്പോഴല്ല, ചേച്ചി എന്താ ജനലിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഇരുട്ടത്ത് എന്ത് കാഴ്ച കാണാൻ ചേച്ചി? വന്നേ ഇങ്ങോട്ട്, വന്നിരിക്കുക. ചേച്ചി വാ, ഇത് കഴിക്കുക. അനു വെച്ച് കിട്ടുക. ചമ്മലൊന്നും വേണ്ട, ചേച്ചി കഴിക്കുക. അപ്പോഴേക്കും മീനാക്ഷി കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. എനിക്ക് ചമ്മലൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആപ്പിൾ കടിച്ച് കറിച്ച് ഇങ്ങനെ തിന്നുക. ആ സമയത്ത് മീനാക്ഷി വിശപ്പ് കൊണ്ട് കുറച്ച് കൂടുതൽ അങ്ങോട്ട് കഴിച്ചു. അപ്പോഴെനിക്കും മീനാക്ഷി ചുമയ്ക്കാൻ തുടങ്ങി. ഗോമതി ഇതറിഞ്ഞു. ഗോമതി ഉറങ്ങിയിട്ടില്ലായിരുന്നു. അനു പറഞ്ഞു, ചേച്ചി ഞാനെന്നാൽ വെള്ളം എടുത്തിട്ട് വരാം ചേച്ചി. എന്തായാലും അവൾ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞിട്ട് മുറുക്കൊക്കെ എടുത്ത് തിന്നു കേട്ടോ. ഇതാരുണ്ടാക്കിയ മുറുക്ക? നല്ല മുറുക്കാണല്ലോ. അതെ, ഞാൻ ഉണ്ടാക്കിയ മുറുക്ക എന്ന് ഗോമതി പറഞ്ഞു. അമ്മേ ഞാൻ എന്നും പറഞ്ഞു മീനാക്ഷി. അനു അന്തപ്പെട്ടിങ്ങനെ നിൽക്കുക. കൊള്ളാം. അപ്പം ഇവൻ ആകാശ് ഇതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. മരണ വീട് പോലെ കിടക്കുന്ന വീടായത്. ബാക്കിയുള്ളവരിവിടെ കണ്ണീരൊലിപ്പിച്ച് കിടക്കുക. കാരണക്കാരിക്ക് ഇതൊന്നും ഒരു ബാധകമല്ലല്ലോ. താലി കെട്ടിക്കൊണ്ടു വന്ന മഹാൻ ടെറസിലോ മുറ്റത്തോ തണുപ്പും കൊണ്ട് കിടക്കുക. ഭാര്യയ്ക്ക് ഇവിടെ അമൃതത്ത്. അപ്പം അനു പറഞ്ഞു, പ്ലീസ് അമ്മേ, ഞാനാണ് ഇതൊക്കെ എടുത്തു കൊടുത്തത്. ചേച്ചി വിശന്നിരിക്കുകയല്ലേ? അയ്യോ, ചേച്ചിയുടെ വിശപ്പ് അനീതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ബാലേട്ടൻ അറിയാത്തത് നിൻ്റെ ഭാഗ്യം എന്നും പറഞ്ഞു ഗോമതി അങ്ങ് പോയിട്ടോ.
ഗോമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. മീനാക്ഷി ഗോമതി അങ്ങ് പോയ പോക്കിന് അവിടെ ഇരുന്ന് ആ പാത്രം എടുത്ത് മടിയിലേക്ക് വെച്ച് വീണ്ടും വീണ്ടും തിന്നാൻ തുടങ്ങി. അനു പറഞ്ഞു, ചേച്ചി ആൾ കൊള്ളാമല്ലോ. അപ്പം മീനാക്ഷി ചോദിച്ചാൽ എന്താ? അല്ല, അമ്മ വന്ന് വഴക്ക് പറഞ്ഞതല്ലേ, ഞാൻ കരുതി ചേച്ചി ഇനി ആകെ വിഷമിച്ച് ആഹാരം കഴിക്കൽ നിർത്തുന്ന. പിന്നെ എന്തിന്, ഇനി നാളെ വഴക്ക് വെക്കാനുള്ളതല്ലേ, ആരോഗ്യം വേണ്ടേ? അതുമല്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. ചേച്ചി ആൾ അടിപൊളിയാട്ടോ എന്ന് അനു ഇങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് ജനൻ്റെ അവിടെ ആകാശം ഇങ്ങനെ എത്തി നോക്കുന്നത്. അപ്പോഴേക്ക് ആരോ നിൽക്കുന്നത് പോലെ ഇങ്ങനെ അനു കണ്ടു. ചേച്ചി ചേച്ചി ദേ അവിടെ ആരോ ചേച്ചി എന്നും പറഞ്ഞിട്ട് അനു പതുക്കെ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാട്ടാട്ടോ. എന്നിട്ട് ജനലിൻ്റെ അവിടെ പതുക്കെ താഴേക്ക് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ആരും ഇരിക്കുന്ന പോലെ തോന്നി. അനു അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ. കള്ളനും വിളിച്ച് കരയാൻ തുടങ്ങി. എല്ലാവരും ഉണർന്നു വന്നു. എല്ലാവരും, ഗോമതിയും ബാലനും അതുപോലെ ധർമ്മനും എല്ലാവരും ഉണർന്നിങ്ങനെ വന്നു കേട്ടോ. കള്ളൻ എന്ന് പറഞ്ഞതിനിടയ്ക്ക് നമ്മുടെ ആകാശം ഒളിക്കാനായിട്ട് കിടന്ന് പാടുപെടുവാണ്. എന്തായാലും ബാലൻ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കി, പക്ഷെ കണ്ടില്ല. എന്തായാലും ഈ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് ലൈറ്റും കൊത്തിച്ചിങ്ങനെ നടക്കുക, പിടിക്കപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ ബാക്കിയൊക്കെ നാളത്തെ എപ്പിസോഡിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബാലൻ മീനാക്ഷിയെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. മീനാക്ഷി ചില്ലറക്കാരിയല്ല, ഇന്നിൻ്റെ ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി. ബാലൻ ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ബാലൻ ഇക്കാലത്ത് ജീവിക്കേണ്ട ഒരാളല്ല എന്ന് തോന്നിപ്പോകും. പക്ഷേ മീനാക്ഷി ഇന്നിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറേഷൻ ഗ്യാപ്പ് നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.